എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. ജ്യോതിർഗമയ എന്ന ഈ ചാനലിലൂടെ എൻ്റെ ജീവിതത്തിലെ ആത്മീയവും ഭൗമികവുമായ ചില തിരിച്ചറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളോടൊപ്പം ഒരു ചെറിയ ചിന്തയുമായി ആയിരിക്കാൻ വലിയവനായ ദൈവം നൽകിയ നല്ല അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയത്തിലെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നൽകിയ ഒരു ചിന്ത ഞാൻ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പറഞ്ഞിരുന്നു. നിങ്ങളോടൊപ്പം മറ്റുള്ളവർക്ക് അനുഗ്രഹത്തിനായിട്ട്, അറിവിനായിട്ട് അതൊന്ന് പറയണമെന്ന് ആഗ്രഹിച്ചാണ് ഇന്ന് ഈ ചിന്തയുമായി നിങ്ങളോടൊപ്പം വരുവാൻ ഞാൻ ആഗ്രഹിച്ചത്. നമ്മൾ ഓരോരുത്തരും ഏതെങ്കിലും രീതിയിലുള്ള ആത്മീയമായിട്ടും സഭയുമായിട്ട് ബന്ധപ്പെട്ട ശുശ്രൂഷകളൊക്കെ ആയിരിക്കുന്ന അനേകരുണ്ട്. ഒരുപക്ഷെങ്കിൽ അത് ആത്മീയ ശുശ്രൂഷകൾ നേരിട്ടാവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബൈബിള് പഠിപ്പിക്കുന്നതിലും ബൈബിൾ ക്ലാസ് എടുക്കുന്നതിലും മ്യൂസിക് മിനിസ്ട്രിയിലും അല്ലെങ്കിൽ സഭയിലെ അങ്ങനെയൊക്കെ സൺഡേ സ്കൂൾ മിനിസ്ട്രി അങ്ങനെയൊക്കെ അനേക ആത്മീയ ശുശ്രൂഷകൾ ഡയറക്റ്റ്ലി ചെയ്യുന്നവരും, അല്ലെങ്കിൽ ക്ലറിക്കൽ വർക്കുകൾ, സാമ്പത്തിക കാര്യങ്ങൾ നോക്കുന്നവർ, മെയിൻ്റെനൻസിൻ്റെ എൻജിനീയറിംഗ് സൈറ്റ്സിലൊക്കെ നോക്കുന്നവർ, അല്ലെങ്കിൽ പിന്നെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്നവർ, അങ്ങനെ അനവധിയായിട്ടുള്ള സഭയും ആത്മീയ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെ സംഘടനകളുമായിട്ടുള്ള ശുശ്രൂഷകൾ, ഇതിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അനേക ശുശ്രൂഷകളായിരിക്കുന്ന പലരും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ചിന്ത പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും കേൾക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ രീതിയിലുള്ള അനേക ശുശ്രൂഷകളിലൊക്കെ നമ്മൾ ഏർപ്പെടുമ്പോൾ നമുക്കറിയാം, മനുഷ്യരായ നമ്മൾക്ക് പല സ്വഭാവങ്ങളാണ്. അതുകൊണ്ട് തന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങളും, ചിലപ്പം വാക്ക് തർക്കങ്ങളും, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ മുമ്പോട്ട് കയറി വെല്ലുവിളികളും അപമാനിക്കുന്ന രീതിയിലും, അങ്ങനെ ഭീഷണിയും, അങ്ങനെ കേസും വഴക്കും ഒക്കെ പല രീതിയിൽ നടക്കുന്നതായിട്ട്, കയ്യാങ്കളിയൊക്കെ നടക്കുന്നത് നമുക്ക് അറിയാം. അവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മൾ ഈ അനേക ശുശ്രൂഷകൾ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ സേവനങ്ങൾ, ഈ ആത്മീയ ശുശ്രൂഷകളൊക്കെ ശരിക്കും ഒരു നന്മയ്ക്ക് വേണ്ടിയാണോ നമ്മളിത് ചെയ്യുന്നത് എന്ന് നമ്മൾ പുനഃപരിശോധിക്കണം. ഇതൊരു വലിയൊരു അപകടമാണ് നമ്മുടെ മുമ്പിൽ ഒളിച്ചിരിക്കുന്നത്. അതുപോലെ പലപ്പോഴും നമ്മളത് അറിയുന്നില്ല. എന്നാൽ യേശു കർത്താവ് ഈ ഒരു അപകടത്തെ പറ്റി പറഞ്ഞതാണ് എനിക്ക് നിങ്ങളോട് ഒരു വെളിപ്പാടായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. നമ്മുടെ ജീവിതത്തിലും അത് വലിയൊരു വെളിച്ചമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. യോഹന്നാന്റെ സുവിശേഷം 8:38 യേശു കർത്താവ് പറയുന്നത്, എൻ്റെ പിതാവിൻ്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു, നിങ്ങളുടെ പിതാവിനോട് കേട്ടിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്നു. യഹൂദന്മാർ, പരീശന്മാരൊക്കെ കർത്താവിനെ പലപ്പോഴും ഈ രീതിയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആക്രമിക്കുമ്പോൾ കർത്താവ് പറഞ്ഞതാണ്, ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് സ്വീകരിച്ചതും കേട്ടതും അല്ല പിതാവിൻ്റെ വചനവുമാണ് ഞാൻ പറയുന്നത് എന്ന് കർത്താവ് ആവർത്തിച്ച് യോഹന്നാന്റെ സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്. അവിടെ കർത്താവ് പറയുന്നത്, എൻ്റെ പിതാവിൽ നിന്ന് കേട്ടത് ഞാൻ പറയുന്നു, നിങ്ങൾ പറയുന്നതോ നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷയൊക്കെ നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടതാണ് നിങ്ങൾ ചെയ്യുന്നത്. ന്യായമായിട്ടും മനസ്സിലാക്കാവുന്ന കാര്യമാണല്ലോ. അപ്പോഴാണ് 40-ാം വാക്യത്തിൽ പറയുകയാണ്, എബ്രഹാമിന്റെ പ്രവൃത്തികളല്ല നിങ്ങൾ ചെയ്യുന്നത്. അവരവിടെ പറയുന്നുണ്ട്, ഞങ്ങൾ എബ്രഹാമിന്റെ സന്തതികൾ, ഞങ്ങൾ എബ്രഹാമിന്റെ മക്കൾ എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് പറയുക, ഈ പറയുന്നത് ഇതുകൂടെ രണ്ടും കൂടെ അങ്ങോട്ട് ഒത്തുവരുന്നില്ലല്ലോ. എബ്രഹാം നേരുള്ളവനായിരുന്നു, നന്മയുള്ളവനായിരുന്നു, മറ്റുള്ളവരെ സഹായിക്കുന്നവനായിരുന്നു. നിങ്ങളുടെ പ്രവൃത്തികളൊന്നും ഈ എബ്രഹാമിന്റെ പ്രവൃത്തിയുമായിട്ട് ഒത്തുവരുന്നില്ലല്ലോ. അതല്ലല്ലോ നിങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് 44 വളരെ ക്ലിയർ ആയിട്ട് കർത്താവ് പറയുവാണ്, നിങ്ങളുടെ പിതാവിൽ സത്യമില്ല, അവൻ ഫോഷ്ക്ക് പറയുന്നവനാണ്, അതിൻ്റെ അപ്പനുമാണ്. കർത്താവ് അവർ മുഖത്തടിച്ചതുപോലുള്ള വർത്താനമാണ് പറയുന്നത്. നിങ്ങളുടെ പിതാവ്, അവനിൽ സത്യവുമില്ല, അവൻ ഫോഷ്ക്ക് പറയുന്നവനും ഇങ്ങനെയുള്ള ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവനും അവൻ ഫോഷ്കിന്റെ അപ്പനുമാകുന്നു. നിങ്ങളും അതേ വഴിയിൽ അതേ പ്രവൃത്തി ചെയ്യുന്നവരും അത് ചെയ്യുവാൻ മോഹിക്കുന്നവരുമാണ് നിങ്ങൾ എന്നാണ് കർത്താവിനോട് ഈ വാഗ്വാദത്തിൽ ഏർപ്പെട്ടവരോട് കർത്താവ് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും,
ഈ കർത്താവ് സത്യമാ പറഞ്ഞത്. എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ ക്രൂശിക്കാൻ വരുന്നു, എന്നെ കൊല്ലുവാൻ വരുന്നു. ഇന്നും അത് തന്നെയല്ലേ നടക്കുന്നത്. അനേക ആത്മീയ ശുശ്രൂഷാ വേദികളിലും അല്ലെങ്കിൽ ബൈബിൾ പഠന വേദികളിലും ചർച്ചാ വേദികളിലും സഭകളിലും സംഘടനകളിലും ഓർഗനൈസേഷനുകളൊക്കെ കർത്താവിൻ്റെ ശുശ്രൂഷ എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന പലയിടത്തും മറ്റുള്ളവരെ അപമാനിക്കുവാനും മറ്റുള്ളവരെ തേജോവധം ചെയ്യുവാനും ആക്രമിക്കുവാനും ഒറ്റപ്പെടുത്തുവാനും ഒക്കെയല്ലേ ഇന്ന് അനേക ശുശ്രൂഷകളിലൂടെ നമ്മൾ കണ്ടുവരുന്നത്. അതൊക്കെയല്ലേ ഇന്ന് കോടതികളിലും കേസുകളിലും ഗുണ്ടായുസവും അടിയും പിടിയും വഴക്കുമായിട്ടൊക്കെ ഇന്ന് പലയിടത്തും ആയിത്തീരുന്നത്. ഇത് നമ്മുടെ ഇടയിലുള്ള ഒരു വലിയൊരു ട്രാജഡി ആയിട്ട് ആയിത്തീർന്നിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് മത്തായിയുടെ സുവിശേഷം 5:22 എല്ലാവർക്കും കാണാപ്പാടം അറിയുന്നതാണ്. സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകും. നിസാരൻ എന്ന് പറഞ്ഞും മൂഢൻ എന്ന് പറഞ്ഞും പല പരിഹാസ വാക്കുകൾ പറഞ്ഞ് ഈ ചില ചർച്ചകളൊക്കെ കേട്ടിട്ടുണ്ട്. സാത്താന്റെ മോനെ, കാരണം ഇവർ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട ചില ശാപവാക്കുകളും പരിഹാസ വാക്കുകളും ഒക്കെയാണ് ചില ബൈബിൾ ചർച്ചകളിലൊക്കെ ഉപയോഗിക്കുന്നത്. നീ മുടിഞ്ഞു പോകും, അല്ലെങ്കിൽ ചില പ്രവചനങ്ങളിൽ നിന്നുള്ള ചില വാക്യങ്ങളൊക്കെ എടുത്താണ് ചില ബൈബിളൊക്കെ കുറെ അറിയാവുന്നവരൊക്കെ കാച്ചുന്നത്. അവര് ഈ ലോകത്തിലെ മോശം വാക്കുകളൊന്നും പറയത്തില്ല, ബൈബിളിൽ നിന്നൊക്കെയാണ് നിന്റെ സന്തതി മുടിഞ്ഞു പോകും, നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞുള്ള വാക്കുകൾ എടുത്ത് പ്രയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിനോട് ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന അപകടം നമ്മൾ മനസ്സിലാക്കാതെ പോകല്ല. അവിടെയാണ് കർത്താവ് ആ വിഷയം ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. അതുപോലെ തന്നെയാണ് നമ്മൾ അനേക ആത്മീയ ശുശ്രൂഷകൾ എന്ന് കരുതി നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മുടെ മുമ്പിൽ അനേക ശുശ്രൂഷകളുണ്ട്. സഭയുടെ ശുശ്രൂഷകൾ, മ്യൂസിക് മിനിസ്ട്രീസ്, അല്ലെങ്കിൽ അങ്ങനെ ഓരോരോ ഞാൻ എടുത്തു പറയുന്നില്ല, എന്നെക്കാളും നിങ്ങൾക്ക് അതൊക്കെ അറിയാം. അപ്പൊ ഈ ചെയ്യുന്ന ഓരോ ശുശ്രൂഷകളും നമ്മളെ നയിക്കുന്നത് ആരാണ്, എന്ത് താല്പര്യത്തിലാണ് നമ്മളിത് ചെയ്യുന്നത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത് ഒരു പെൺകുട്ടി, ഒരു ബാല്യക്കാരത്തി പൗലോസും ശീലാസും മറ്റുള്ളവരൊക്കെ അവിടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പോകുന്ന സമയത്ത് പൗലോസിന് വലിയ പ്രമോഷനും അല്ലെങ്കിൽ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി ഒരു കൊച്ചു പെൺകുട്ടി, യൗവനക്കാരത്തിയായിട്ടുള്ള ഒരു പെൺകുട്ടി അവരുടെ ശുശ്രൂഷയ്ക്ക് വന്ന വലിയ പ്രമോഷനൊക്കെ നൽകുകയാണ്. ആ പെൺകുട്ടി എന്താ പറഞ്ഞത്? വളരെ നല്ല കാര്യമാണ് അവർ പറഞ്ഞത്. എന്താ, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. അവൾ തുള്ളിച്ചാടി ഡാൻസ് ചെയ്തിട്ട് ഇവർ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരാണ്, നിങ്ങൾക്ക് നിത്യജീവനും രക്ഷാമാർഗവും അറിയിക്കുന്ന സുവിശേഷം അറിയിക്കുന്നവരാണെന്നും പറഞ്ഞ് അവൾ പ്രൊമോട്ട് ചെയ്യുകയാണ്. നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുമ്പോൾ എത്രയോ നല്ലതാണ്. നമ്മൾ അനേക ആത്മീയ ശുശ്രൂഷകളൊക്കെ നമ്മളും ഇതേമാതിരിയുള്ള ഒരുപാട് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ നമ്മളെ ചെയ്യുന്നവരാണ്. ഡാൻസും പാട്ടും മ്യൂസിക്കും അങ്ങനെ എന്തൊക്കെ പ്രൊമോഷൻ നമുക്ക് ചെയ്യാം, ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ നമ്മൾ ചെയ്യുന്നവരാണ്. വളരെ ശ്രദ്ധയോട് വേണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പൗലോസ് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് എന്തോ പന്തികേട് കണ്ടു. പക്ഷെ ഇന്ന് നമുക്ക് അനേകർക്കും ഇങ്ങനെയുള്ള അനേക നമ്മുടെ വചന ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അനേക ശുശ്രൂഷകൾ അത് ദൈവനാമ മഹത്വത്തിനാണോ, അതോ ശുശ്രൂഷയെ സഹായിക്കാൻ വേണ്ടിയാണോ, അതോ ശ്രദ്ധ തിരിച്ചുവിടുന്ന രീതിയിലാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഉദാഹരണത്തിന് നമ്മൾ ചില കഥകളും ഒക്കെ പലയിടത്തും പറയാറുണ്ട്. പക്ഷെങ്കിൽ 1 മണിക്കൂറത്തെ മെസ്സേജ് കഴിഞ്ഞ ആൾക്കാർക്ക് ഇറങ്ങുന്നുള്ള ഈ പറഞ്ഞ കോമഡിയും കഥയും ഒക്കെ മാത്രമേ ഓർമ്മ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലാകേണ്ടത് നമ്മളുടെ ഈ കോമഡി പറച്ചിലും ഇതൊക്കെ കർത്താവിൻ്റെ യഥാർത്ഥത്തിലുള്ള വചനത്തിൻ്റെ പ്രാധാന്യം കുറച്ച് കളയുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ വലിയൊരു മ്യൂസിക് മിനിസ്ട്രി നടത്തി വലിയ സിംഗേഴ്സിനെയൊക്കെ കൊണ്ട് നടത്തി, അല്ലെങ്കിൽ ഡാൻസ് നടത്തി, മിമിക്രി നടത്തി, നാടകമൊക്കെ നടത്തുന്നുണ്ട്. പല ആത്മീയ ശുശ്രൂഷകളെന്ന് കരുതി ആൾക്കാർ നടത്തുന്നുണ്ട്. ഇതൊക്കെ നടത്തുന്നുണ്ട് യഥാർത്ഥമായിട്ടുള്ള വചനത്തെ കോട്ടിക്കളയുന്നുണ്ടോ, തമസ്കരിച്ച് കളയുന്നുണ്ടോ, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇല്ലാതാക്കി കളയുന്നുണ്ടോ എന്ന് ഇന്ന് അനേക ആത്മീയ നേതാക്കന്മാർക്കും മനസ്സിലാകാത്ത അവസ്ഥയിലാണ്.
പ്രിയ ദൈവമക്കളെ, നമുക്കത് മനസ്സിലാവണം. അതിനാണ് നമ്മൾ പലപ്പോഴും പറയേണ്ടത് ഡിസേൺമെന്റ് ഓഫ് ദ സ്പിരിറ്റ് എന്നുള്ളത്. ഏത് ആത്മാവിലാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന്, ഏത് താല്പര്യത്തിലാണ് ഇത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുവാനുള്ള വിവേചനത്തിന്റെ ആത്മാവ് നമ്മൾ പരിശുദ്ധാത്മാവിലൂടെ നേടിയെടുക്കേണ്ടതായിട്ടിരിക്കുന്നു. ശുശ്രൂഷയിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധയോടെ ഇതിനുവേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും വേണ്ടിയിരിക്കുന്നു. ഇവിടെ പൗലോസ് അത് തിരിച്ചറിഞ്ഞു. ഇവള് ചെയ്യുന്ന ഇതൊന്നും, അവൾ ഒത്തിരി ആൾക്കാരൊക്കെ കൂടുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരത്തിയായിട്ടുള്ള പെൺകുട്ടി വന്ന് ഡാൻസ് ഒക്കെ ചെയ്ത് പ്രൊമോട്ട് ചെയ്താല് അനേകര് വരുന്നുണ്ട്. പക്ഷെ പൗലോസിന് മനസ്സിലായി, ആൾക്കാർ ഇവിടെ ഡാൻസും പാട്ടും മാത്രമേ കാണുന്നുള്ളൂ, വചനത്തിലേക്ക് അവരുടെ ശ്രദ്ധ പോകുന്നില്ല എന്ന് ദൈവാത്മാവിൽ പൗലോസിന് മനസ്സിലായിട്ട് പൗലോസ് അവളെ പരിശുദ്ധാത്മാവിൽ യേശു കർത്താവിന്റെ നാമത്തില് അവളെ ശാസിക്കുകയും അവളിലുള്ള ഭൂതം വിട്ടുപോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ആരായിരുന്നു അവളെ നിയന്ത്രിച്ചിരുന്നത്? പിശാചാണ്, ഭൂതമാണ് അവളെ ഈ ശുശ്രൂഷയുടെ പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ. സാധാരണ ഉദ്ദേശം എന്തുവായിരുന്നു? ഇത്ര വലിയ പൗലോസിനെയും ശീലാസിനെയും തിമോത്തിയോസിനെയും ഒന്നും ഒരു രീതിയിലും സ്വാധീനിക്കാൻ പറ്റത്തില്ല. എന്നാ പിന്നെ ഇങ്ങനെ ആയിക്കോട്ടെ. ഒരുപക്ഷെ തിമോത്തിയോസിനും ശീലാസിനും പോലും ചിലപ്പോൾ മനസ്സിലായി കാണത്തില്ല. എന്നാൽ പൗലോസിന് മനസ്സിലായി, ഇത് യഥാർത്ഥ വചനത്തെ ഡൈവേർട്ട് ചെയ്ത് കളയുവാൻ, അതിന്റെ ശ്രദ്ധ തിരിച്ചു കളയുവാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണെന്ന്, പിശാച് ചെയ്യുന്ന കാര്യമാണെന്ന് പൗലോസിന് മനസ്സിലായിട്ട് അവിടെ പ്രവൃത്തിയും സംസാരവും ഒക്കെ വളരെ മാധുര്യമുള്ളതും ശുശ്രൂഷയെ പ്രൊമോട്ട് ചെയ്യുന്നതുമായിരുന്നു. എങ്കിലും പൗലോസിന് അതിനകത്തെ അപകടം മനസ്സിലായി. അത് അവളിലുള്ള ഭൂതമാരും നമ്മൾ ചെയ്ത് പിശാചാണ് ചെയ്ത്. കർത്താവ് അതാ 8 നമ്മൾ കണ്ടേ, നിങ്ങൾ ഫോഷ്ക്ക് പറയുന്നവന്റെ നിന്റെ പ്രവൃത്തി, നിന്റെ അപ്പന്റെ പ്രവൃത്തിയാണ് നീ ചെയ്യുന്നത്. നിന്റെ അപ്പൻ ആരാ? ഫോഷ്ക്ക് പറയുന്നവൻ പിശാചാണ് നിന്റെ അപ്പൻ. പലപ്പോഴും നമ്മുടെ പ്രവൃത്തികള് നമ്മളെ ആരാ കൺട്രോൾ ചെയ്യുന്നത്, ഗൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ രീതിയിലാണെങ്കിൽ നമ്മുടെ പരിശുദ്ധാത്മാവിന് പകരം നമ്മളെ പിശാചാണ് പലപ്പോഴും നമ്മളെ നയിക്കുന്നത് എന്ന് ഈ 1-2 എക്സാമ്പിൾ നമ്മൾ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അനേക ശുശ്രൂഷകൾ പലപ്പോഴും എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് പലതും മനസ്സിലായിട്ടുണ്ട്. നമ്മൾ പലതും ചെയ്യുന്നത് നമ്മുടെ ശുശ്രൂഷയ്ക്ക് തടസ്സമാണോ, ശുശ്രൂഷയ്ക്ക് വേദനയാണോ, അല്ലെങ്കിൽ വചനത്തിൽ മനുഷ്യനുള്ള ശ്രദ്ധയെ തിരിച്ചു കളയുന്നതാണോ, മനുഷ്യനെ യഥാർത്ഥമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ അവർക്ക് ഈ വചനം കൊണ്ട് അവർക്ക് അത് 8-ാം അധ്യായത്തിൽ തന്നെ കാണുന്നതിന് പോലെ 39-ാം വാക്യത്തിൽ കാണുന്നത് പോലെ അവരെ യഥാർത്ഥമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം അവരെ സാത്താൻ ഉദ്ദേശിക്കുന്നവരിലേക്ക് വെളിച്ചം വരല്ല, സത്യം വരല്ല എന്ന് കരുതി ശുശ്രൂഷകന്മാരെ ആക്രമിക്കുവാൻ കഴിയാതെ നിൽക്കുമ്പോൾ മറ്റുള്ള അനേകരിലൂടെ അനേക വിഷയങ്ങൾ ഉണ്ടാക്കി ഈ യഥാർത്ഥ ശുശ്രൂഷയെ തമസ്കരിക്കുവാന്, അതിന് ശ്രദ്ധ തിരിച്ചുവിടുവാന് ചെയ്യുന്ന അനേക കാര്യങ്ങളിൽ നമ്മൾ ഉൾപ്പെട്ടു പോകുന്നുണ്ടോ? ഞാൻ അതിൻ്റെ ഇരയായിത്തീരുന്നുണ്ടോ? സാത്താൻ എന്നെ അതിൻ്റെ ഒരു ടൂളായിട്ട്, ഉപകരണമായിട്ട് സാത്താൻ എന്നെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇത് മനസ്സിലാക്കണമെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഞാൻ എപ്പോഴും പറയാതെ ഉള്ളതുപോലെ നമ്മൾ ഈ കാപട്യം നിറഞ്ഞ ഈ ലോകത്ത്, കാപട്യം നിറഞ്ഞ ആത്മീയ ലോകത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവിടെ നിങ്ങൾക്ക് യഥാർത്ഥമായിട്ടുള്ള വചനം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ തന്നെ പുതിയ നിയമമെങ്കിലും നിങ്ങൾ പഠിക്കണം. അതിന് മറ്റുള്ളവരുടെ നന്നായിട്ട് വചനം പഠിപ്പിക്കുന്നവരുടെ ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പുതിയ നിയമമെങ്കിലും പഠിച്ച് ഇങ്ങനെയുള്ള അന്ധകാര ശക്തികളിൻ്റെ തന്ത്രങ്ങളിൽപ്പെട്ട് അങ്ങനെയുള്ള ചില നേതാക്കന്മാരുടെ താല്പര്യങ്ങളിൽ ചട്ടുകമായിട്ട് നമ്മളും അങ്ങനെയൊക്കെ അനേകരാണ്. നമ്മൾ ചിലപ്പോൾ പലതും ലീഡ് ചെയ്ത് ചെയ്യുന്നുണ്ടാവില്ല. പല നേതാക്കന്മാരുടെയും പ്രേരണയിലാണ് ഇന്ന് പല യൗവനക്കാരും ചെറുപ്പക്കാരും ഒക്കെ പല ശുശ്രൂഷകൾക്ക് നിൽക്കുന്നത്. അവരെങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ചെയ്യുന്നത് പോലും അറിയാതെ ഒരു ലീഡർ പറയുന്നുണ്ടാവും, അതിനെ അങ്ങ് അനുഗമിക്കുകയാണ് ആൾക്കാർ. അപ്പോൾ നമ്മൾ അവരുടെയൊക്കെ ചട്ടുകമായി പോകാതെ ഈ ബാല്യക്കാരത്തെ ദുരുപയോഗം ചെയ്തതിലൂടെ സാത്താൻ എന്ന അപ്പൻ്റെ ഫോഷ്കിൽ അല്ലെങ്കിൽ ദൈവവചനത്തിനെ അതിൻ്റെ ഇമ്പോർട്ടൻസ് നശിപ്പിച്ചു കളഞ്ഞ്
ദൈവമക്കൾക്ക് യഥാർത്ഥ വചനം ലഭിക്കാത്ത രീതിയിലാക്കി കളയാൻ നമ്മൾ ആയി പോകുന്നതുകൊണ്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വളരെ പ്രാർത്ഥനയോടും ദൈവവചനം പഠിച്ചാലും മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് ഒരു മോചനം ലഭിക്കുകയുള്ളൂ. പ്രിയ ദൈവമക്കളെ, ഞാൻ അതിനായിട്ട് നിങ്ങളെ എനിക്ക് ഉള്ള ദൈവം നൽകിയ ഈ പ്രകാശനം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് എനിക്ക് ദൈവം ഈ ചിന്ത ലഭിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. നമ്മുടെ ഉൾക്കാഴ്ചകൾ നമുക്ക് തുറക്കേണ്ടിയിരിക്കുന്നു, നമുക്ക് ജ്ഞാനം ലഭിക്കേണ്ടിയിരിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ്, ഡിസേൺമെന്റ് ഓഫ് ദ സ്പിരിറ്റ് നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും വചന പരിജ്ഞാനത്തോടെ കർത്താവിൻ്റെ ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിനായിട്ട് കർത്താവിൻ്റെ നാമ മഹത്വത്തിനായിട്ടാണോ ചെയ്യുന്നത്, അവിടെ ഒരു കാര്യങ്ങളും വന്ന് ആ ശുശ്രൂഷയെ ഡൈലൂട്ട് ചെയ്ത് അതിൻ്റെ സത്ത് ഇല്ലാതാക്കി കളയുവാൻ ദൈവവചനത്തിൻ്റെ സുവിശേഷത്തിൻ്റെ സത്യ വെളിച്ചത്തിൻ്റെ നൈർമല്യത നശിപ്പിച്ചു കളയാൻ ഇടയാകാതിരിപ്പാൻ തക്കോണം നമ്മൾ ഒരിക്കലും അതിൻ്റെ പങ്കാളികളായി പോകാതിരിപ്പാൻ തക്കോണം വളരെ ശ്രദ്ധയോടെ നമുക്ക് മുമ്പോട്ട് പോകാം. അങ്ങനെയുള്ള വലിയ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. കർത്താവിൻ്റെ വലിയൊരു നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ.